വൈദിക എന്ന നിലയ്ക്ക് എനിക്ക് വലിയ അഭിമാനം സന്തോഷമാണ് എൻ്റെ പിതാവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. പ്രിയപ്പെട്ട പിതാവ് നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹവും കരുതലും എത്രയോ വലുതാണെന്ന് ഞാൻ പറയാതെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഈ വിശുദ്ധ വഴിയിൽ അഭിനന്ദ പിതാവിനെ നമുക്ക് ലഭിച്ചു തന്നെ വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. മണപ്പുറച്ച പ്രദേശത്തോടും തരാവിനോടും പിതാവിനോടുള്ള വലിയ സ്നേഹവും കരുതലും നമുക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരുനാൾ കുർബാനയ്ക്ക് പിതാവ് വരുന്നത്. സാധാരണ തിരുനാൾ കുർബാനയ്ക്ക് വരവ് കുറവാണ്. പക്ഷെ മണപ്പുറച്ചാലിന്റെ തിരുനാളിനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പിതാവ് സന്തോഷകരെ സമ്മതിച്ചു. അതിന്റെ പിതാവ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനും കരുതലിനും പ്രോത്സാഹനത്തിനും ഒക്കെ ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ കൂടി
കൂടിയിരിക്കുന്ന മുഴുവൻ ജനത്തിൻ്റെയും ഈ ഇടവക കൂട്ടായ്മയുടെയും എൻ്റെയും കൊച്ചത്തിൻ്റെയും വ്യക്തിപരമായ പേരിൽ ബഹുമാനപ്പെട്ട തോമസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം പിതാവിനെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാധാരണയായിട്ട് നമുക്കറിയാം നമ്മുടെ പതികലക്ഷൻ എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഈ നൊവേനയിലെ ശുശ്രൂഷയിലും വിശുദ്ധിയിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചൻ, ഇവർ രണ്ടുപേരെയും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് കാഴ്ചസമർപ്പണം നടത്തുന്ന വേളാങ്കണ്ണി മാതാ വാർഡിലെ കൂട്ടായ്മയിൽപ്പെട്ട എല്ലാവരെയും, അതുപോലെ കാഴ്ചസമർപ്പണം നടത്തുന്ന പ്രസിദ്ധമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെയും, അതുപോലെ തന്നെ മറ്റ് ഇടവകളിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ നൊവേനയിൽ പങ്കെടുക്കുവാൻ, വിസ്തവിൽ പങ്കെടുക്കുവാൻ വന്നിയാർന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും ഞാൻ പറയാറുള്ളതുപോലെ നമുക്ക് പരസ്പരം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സവിശേഷമാവിധം ഇന്ന് പ്രസിദ്ധന്മാരായി പേര് തന്ന നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. വളരെ ഉണർവോടും ഉന്മേഷത്തോടും ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സജീവമായി ഈ ബലി നമുക്ക് അർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അഭിന്റെ പിതാവിന്റെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാഴ്ചമായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. ജീവൻ പകർന്ന ത്യാഗം
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന് സ്നേഹപൂർവ്വം നമ്മൾ വണങ്ങുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ അമ്മയുടെ ജന്മതിരുനാളിനോടനുബന്ധിച്ചുള്ള പരമ്പരാഗതമായ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ആയിരിക്കുക. ഈ തിരുനാളിൽ നിങ്ങളോടൊക്കെ ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 27 കൊല്ലം മുൻപ് ഇവിടെ അസ്ഥേന്തിയായിരുന്നപ്പോൾ ഈ തിരുനാളിൽ വന്ന് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി പരിശ്രമിച്ച ഒരാളെന്ന നിലയിൽ ഈ ദേവാലയവും ഇതിൻ്റെ പരിസരങ്ങളും ഇതിനുള്ള പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ദൈവജനത്തിനിടയിൽ നാൾക്കുനാൾ വളരുന്നത് കാണുന്നതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഞാൻ ആദ്യമേ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് ഒരു വികാരമാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നമ്മുടെ ഭക്തി എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. കാരണം നമ്മെ ഏതവസ്ഥയിലും മനസ്സിലാക്കുന്ന, വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ അമ്മമാരാണ്. പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മമാരുടെ സ്വഭാവമാണ്. പരിശുദ്ധ കന്യാമാതാവിൻ്റെ സ്വഭാവം അതുതന്നെയാണ്. ആരാണോ കൂടുതൽ വേദനിക്കുന്നത് അവരെ പരിശുദ്ധ അമ്മ അധികമായി സ്നേഹിക്കുന്നു. അപ്രകാരമുള്ള അമ്മയുടെ ആ വലിയ സ്നേഹം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉടനീളം അനുഭവിച്ചറിഞ്ഞതിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് നാം എല്ലാ വർഷവും ഈ തിരുനാളിൽ പങ്കുചേരുക. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. അമ്മയുടെ ജനന തിരുനാളാണ് നാം നാളെ ആചരിക്കുക. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജനന തിരുനാൾ തന്നെ. കാരണം നിന്റെ അമ്മയ്ക്കും നിനക്കും ഒരേ പ്രായമാണ് എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. യുവർ മദർ ആൻഡ് യു ഹാവ് ദ സെയിം ഏജ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നീ ഉണ്ടായപ്പോഴാണ് നിന്റെ അമ്മ നിന്റെ അമ്മയായിട്ട് ഇല്ല, ശരിയല്ലേ? 8 വയസ്സുണ്ട് ഇവൾക്ക്. ഇവളുടെ മമ്മി ഇവളുടെ അമ്മയായപ്പോഴാണ് 8 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് ഇവളുടെ അമ്മയായിരുന്നു. അതായത് ഈ മാതൃത്വം പിതൃത്വം എന്നൊക്കെ പറയുന്നത് പുത്രനും പിതാവും തമ്മിൽ ഉള്ള ബന്ധം. ആ പുത്രൻ ജനിക്കുമ്പോഴാണ് അദ്ദേഹം പിതാവായിത്തീരുന്നത്. അതുകൊണ്ടാണ് മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരേ പ്രായമാണ് എന്നുള്ള ചൊല്ല്. നിങ്ങൾ ആലോചിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് കൂടുതൽ വിശദീകരിക്കുക എന്നുള്ള
എന്നുള്ളത് നമ്മുടെ ഈ തിരുനാൾ സന്ദേശത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ നാം എല്ലാവരുടെയും ജന്മത്തിരുന്നാളാണ്. കാരണം നമ്മളെ മക്കളായി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ നാം ഓരോരുത്തരുടെയും അമ്മയായത് എന്നുള്ള ആ വൈകാരിക ബന്ധത്തോടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കും. പരിശുദ്ധ കന്യകാമാതാവ് ഒരു വിശ്വാസിയുടെ അവകാശമായി ദൈവം തന്ന കന്യകാമാതാവ് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിന്ന് സകല മനുഷ്യരെയും നോക്കി ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. സുവിശേഷകനായ യോഹന്നാൻ അടുത്ത വാചകം എഴുതി വയ്ക്കുകയാണ്, ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന്. അതായത് ഈ ഭൂമിയിൽ തിരുസഭ പിറക്കുന്ന നിമിഷമാണത് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭയിലെ ആദ്യത്തെ വിശ്വാസിയായ വിശുദ്ധ യോഹന്നാൻ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ശേഷം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചാൽ ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് കേവലം ആനുഷംഗികമായി സുവിശേഷകൻ എഴുതി വെച്ചൊരു വാചകമല്ല. തന്നിൽ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും ദൈവപുത്രനായ ഈശോ മിശിഹ ആഗ്രഹിക്കുന്ന അടിസ്ഥാന വിശ്വാസ ബോധ്യമാണത്. തന്നെ വിശ്വസിക്കുന്നവൻ തൻ്റെ അമ്മയെ സ്വന്തം ഭവനത്തിൽ മാതാവായി അമ്മയായി സ്വീകരിക്കണം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രിസ്ത്യാനികളിൽ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായ നമുക്കുള്ള വലിയ ഭാഗ്യമെന്ത് എന്ന് ചോദിച്ചാൽ ഈ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി സ്വീകരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി സ്വർഗം കനിഞ്ഞു നൽകിയ സമ്മാനമാണ്. കാൽവരിയിലെ കുരിശിൽ നിന്ന് തൻ്റെ പ്രാണൻ പിരിയുന്ന നേരത്ത് കർത്താവ് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കുമായി നൽകിയ സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമാതാവ് എന്നുള്ള സത്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്നത് ഏതെങ്കിലും മാർപ്പാപ്പമാര് പറഞ്ഞതിൻ്റെ പേരിലോ ഏതെങ്കിലും മരിയ ഭക്തര് പറഞ്ഞതിൻ്റെ പേരിലോ തിരുസഭയിൽ ആരംഭിച്ചതല്ല. മറിച്ച് ഈ അമ്മയെ നിന്റെ സ്വന്തം അമ്മയായി സ്വീകരിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പനയാണ് പരിശുദ്ധ ദൈവമാതാവിനെ ആദരിക്കുമ്പോൾ, വണങ്ങുമ്പോൾ നാം ഓരോരുത്തരും നിറവേറ്റുന്നത് എന്ന ഉത്തമ ബോധ്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, വൃദ്ധരായ യോവാക്കീമിനും അന്നായിക്കും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള പ്രായം കവിഞ്ഞ കാലത്ത് ദൈവം അവർക്ക് പരിശുദ്ധ കന്യക എന്ന ഈ കുഞ്ഞിനെ നൽകി എന്ന് സഭാപാരമ്പര്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഇനിയൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് 70 കഴിഞ്ഞ യോവാക്കീമിനും അന്നായിക്കും അസാധ്യമാണ്. പക്ഷേ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നാമത്തെ ബോധ്യം അതാണ് പ്രിയപ്പെട്ടവര്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അസാധ്യം എന്ന് കരുതുന്നതൊക്കെയും സാധ്യമാക്കി തീർക്കാൻ സ്വർഗത്തിന് കഴിയും എന്നുള്ളതിൻ്റെ നിതാന്തമായ സാക്ഷ്യമാണ് പരിശുദ്ധ കന്യകാമാതാവ്. രോഗം ബാധിച്ച് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമെന്ന് ഡോക്ടർമാർ വിധിയെഴുതുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട്, ഡോക്ടറല്ല നിന്റെ ദൈവം പരിശുദ്ധ ത്രിത്വമാണ് എന്ന് ബോധ്യപ്പെടുത്തി നിന്നെ സുഖപ്പെടുത്തി തിരികെ കൊണ്ടുവരുമ്പോൾ നാം തിരിച്ചറിയുന്നു, ഈ അമ്മ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല
ഒന്നുമില്ല. പരിശുദ്ധ കന്യകാമാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന വചനമാണത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ആദ്യമായി അബ്രാഹത്തോടാണ് ദൈവം അരുളി ചെയ്തത് എങ്കിൽ രക്ഷാകര ചരിത്രത്തിൽ വന്ധ്യതയുടെ സങ്കടം പേറുന്ന സകല മനുഷ്യരിലൂടെയും ദൈവം തന്റെ രക്ഷാകര പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ ചരിത്രം നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. രക്ഷാകര ചരിത്രത്തിന്റെ നെടുന്തൂണുകളാകാൻ ദൈവം നിയോഗിച്ച സകലമാന വ്യക്തികളും വന്ധ്യരായിരുന്നു. അവരുടെ മാതാപിതാക്കൾ വന്ധ്യരായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? അബ്രാഹത്തിന്റെ ഭാര്യ സാറ മാത്രമല്ല, ഇസ്ഹാക്കിന്റെ ഭാര്യ റബേക്കായും യാക്കോബിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ട റാഹേല്, അതുപോലെ സാമുവേലിന്റെ, സാംസന്റെ, സ്നാപകന്റെ എല്ലാ മാതാപിതാക്കളും വന്ധ്യരായത് കേവലം യാദൃശ്ചികമല്ല. ഈ വന്ധ്യത എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ കഴിവുകൾ അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ കഴിവ് ആരംഭിക്കും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ അത്ഭുതകരമായ ജനന വാർത്തകൾ ഓരോന്നും. പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സ്വന്തം കഴിവിലുള്ള ആശ്രയം അവസാനിപ്പിച്ച് ദൈവമേ എന്ന് വിളിക്കാൻ ആരെല്ലാം സന്നദ്ധരാകുന്നുവോ, സത്യം സത്യമായും അവരുടെ ജീവിതത്തിന്റെ അസാധ്യതകളെ സാധ്യമാക്കിക്കൊണ്ട് ദൈവമായ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ സാക്ഷ്യമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം നമ്മുടെ മനുഷ്യന്റെ കണ്ണുനീരിനെ ദൈവം ഏറെ വിലമതിക്കുന്നു എന്ന, ഈ ഭൂമിയിൽ കരയുന്ന മനുഷ്യൻ ദൈവത്തിന് വിലപ്പെട്ടവൻ തന്നെയാണ്. എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണീരൊഴുകി കരയുന്ന മനുഷ്യരെ തേടി എന്നും പരിശുദ്ധ കന്യകാമറിയം ഇറങ്ങി വന്നു. അത് വേളാങ്കണ്ണിയിലോ ലൂർദിലോ ഫാത്തിമായിലോ മെജിഗോറിയിലോ ഗാഡലൂപ്പയിലോ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും അതിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് കണ്ടിട്ട് സ്വർഗത്തിൽ ഇരിക്കാൻ മേലാതെ ഇറങ്ങി വന്നവന്റെ കണ്ണുനീർ തൂത്ത ഒരമ്മയുടെ കഥയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യക്ഷീകരണ സംഭവങ്ങൾ ഓരോന്നും എന്ന ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അമ്മയുടെ ഏറ്റവും ശക്തമായ പ്രത്യക്ഷീകരണങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ലൂർദില് ബെർണർദീറ്റായിക്ക് പരിശുദ്ധ കന്യകാമാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ചരിത്രം നിങ്ങൾ വായിക്കുന്നുണ്ട്. വീട്ടിൽ അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞ്, അപ്പൻ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലായിരുന്നു. ആരാരും ആശ്രയമില്ലാത്ത ഈ പെൺകൊച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോയപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, കള്ളന്റെ കൊച്ചിന് കുർബാനയില്ല എന്ന് പറഞ്ഞ് അതിനെ ഇറക്കി വിട്ടു. അഭയമാകേണ്ടവര് പോലും അന്യരായി കരുതി അകറ്റി നിർത്തുമ്പോൾ ഈ കുഞ്ഞ് നിലവിളിച്ച് സങ്കടപ്പെട്ട് ഒരു കാട്ടിൽ പോയിരുന്ന് കരയുമ്പോൾ അമല മനോഹരിയായി പരിശുദ്ധ കന്യകാമറിയം അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് ലൂർദിൽ മാത്രമല്ല, പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന സകലമായ സ്ഥലങ്ങളിലും മനുഷ്യന്റെ കണ്ണുനീരിനെ സ്വർഗം വിലമതിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് അമ്മയുടെ വരവുകൾ ഓരോന്നും എന്നോർക്കുക. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ഒരേ ഒരു വ്യവസ്ഥയെ സ്വർഗം വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാനാവാത്ത സങ്കടങ്ങളുടെ കണ്ണുനീര് കൈവശമുണ്ട് എങ്കിൽ സത്യമായി ഈ പരിശുദ്ധ കന്യകാമാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യുമെന്ന്. ജീവിതത്തിൽ സങ്കടത്തിന്റെ അനുഭവങ്ങൾ, ഉത്തരം കിട്ടാത്ത സമസ്യകള്, പരിഹാരമില്ലാത്ത പ്രതിസന്ധികള്, വീട്ടിൽ തീർക്കാനാവാത്ത കടബാധ്യതകള്, പരിഹരിച്ചെടുക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലെ വിള്ളലുകള്,
ശേഷമുള്ള ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ആകുലതകൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ സങ്കടമേതുമാകട്ടെ, അവയെ ഓർമാത്രം സങ്കടം നിനക്കുണ്ട് എങ്കിൽ ഈ പരിശുദ്ധ കന്യാമാതാവ് സത്യമായും നിനക്ക് ഈ തിരുനാളിൽ ഉത്തരം തരും എന്നുള്ള ബോധ്യമാണ് ഈ അമ്മയുടെ തിരുനാൾ നമുക്ക് പകർന്നു തരുന്നത് എന്ന സത്യം ഓർക്കുക. പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. അതാണ് സ്തോത്രഗീതം. നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത് മറ്റു പലരിലുമാണ് എന്നുള്ളതാണ് സത്യം. മദ്യത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, മയക്കുമരുന്നിൽ സന്തോഷിക്കുന്നവരുണ്ട്, വഴിതെറ്റിയ ജീവിതങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ട്. അത്തരക്കാരെല്ലാം വെളിപ്പെട്ടു വരുന്നതിൻ്റെ വലിയ അങ്കലാപ്പ് പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. വലിയ വിഗ്രഹങ്ങളെന്ന് വിചാരിച്ചവരൊക്കെയും ഉടഞ്ഞു വീഴുന്നത് കണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക. പക്ഷെ ഓർക്കുക പ്രിയപ്പെട്ടവർ, ദൈവത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും സന്തോഷം തേടുന്ന സകല മനുഷ്യരെയും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള തിരിച്ചടികളും ദുരന്തങ്ങളും അപമാനങ്ങളും ആണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ദൈവത്തിൽ സന്തോഷിക്കുക. പരിശുദ്ധ അമ്മയുടെ ഹൃദയം എന്നും ദൈവത്തിൽ സന്തോഷിച്ചു. അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നീ ദൈവത്തെ ഓർക്കണം. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിൽ സന്തോഷിക്കണം. ദൈവത്തെ ഏറ്റുപറയുന്നതിൽ സന്തോഷിക്കണം. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമായ തിരുസഭയോട് ചേർന്ന് ജീവിക്കുന്നതിൽ സന്തോഷിക്കണം. ദൈവപുത്രനായ ഈശോ മിശിഹായെ നിന്റെ കർത്താവും രക്ഷകനുമായി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിൽ നീ സന്തോഷിക്കണം. അപ്രകാരം ദൈവത്തിൽ സന്തോഷിക്കുന്ന സകലർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ വലിയ അനുഗ്രഹവും അത്ഭുതവും ലഭിക്കും എന്ന സത്യം നമുക്ക് ഹൃദയത്തിൽ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കണ്ണുനീരും സങ്കടങ്ങളും ജീവിതത്തിൻ്റെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെയും ഈ അമ്മയുടെ പാദാന്തികത്തിൽ സമർപ്പിച്ച് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുക. സത്യമായി നിന്റെ കണ്ണീർ തുടയ്ക്കാൻ സ്വർഗത്തിന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളോളം ശക്തമായ മറ്റൊരു കരവുമില്ല എന്ന തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ബലഹീനരുമാകുലരുമായി ദാസ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യും. സാദൃശ്യത്തോട് തിരുസിംഹാസനമായ ബലിപീഠത്തെ പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിനു സ്തുതി. നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള me
നാളുകളിലൂടെ പിതാവ് കടന്നുപോയത് നമ്മുടെ ഈ നാട്ടിലൊക്കെയാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഒരു കൊച്ചനായപ്പോൾ ഇവിടെ ബലിയർപ്പിച്ചപ്പോൾ ആർച്ച് ബിഷപ്പായി ഇവിടെ വന്ന് ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ ഊഹിക്കാൻ സാധിക്കാത്തൊരു സന്തോഷവും ആത്മാഭിമാനവും സന്തോഷമൊക്കെ പിതാവിന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവം നടത്തുന്ന സുന്ദരമായ വഴികൾ നമുക്ക് തമ്മിൽ നന്ദി പറയാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിതാവ് നമ്മളെ നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അതിരൂപതയിൽ അംഗമായിരിക്കാൻ, ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുവാൻ, പിതാവിൻ്റെ നേതൃത്വത്തിൽ ജീവിക്കുവാനായി സാധിക്കുന്നു. പിതാവിനോട് ചേർന്ന് സഭയെ കെട്ടിപ്പടുക്കുവാൻ നമ്മുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ദേവാലയം തന്നെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സാധ്യതകളും എല്ലാം നിങ്ങളുടെ സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് അഭിനന്ദ പിതാവെ, ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി പിതാവിന് നന്ദി പറയുകയാണ്. പിതാവിൻ്റെ വലിയ തിരക്കിനടയ്ക്കും നമുക്ക് ഊഹിക്കാൻ മേലാത്ത വിധത്തിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ട സമയങ്ങൾ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പിതാവിനെ സഹായിക്കട്ടെ. പിതാവിൻ്റെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ സമൂഹം മുഴുവൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായിട്ടും അഭിനന്ദ പിതാവിന് ഉണ്ട്. വലിയ സ്നേഹത്തോടു കൂടി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അഭിനന്ദ പിതാവിന് നന്ദിയോടുകൂടി സമർപ്പിക്കുന്നു. പിതാവ് വഴിയായിട്ട് ഞങ്ങൾ ഇനിയും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ പിതാവിന് എല്ലാ വിധത്തിലുള്ള നന്മകളും നേരുന്നു. പിതാവ് ഇന്ന് ഞാൻ പറഞ്ഞുള്ള 3-4 പ്രോഗ്രാം കഴിഞ്ഞ് ഇനി 8 മണിക്ക് വേറൊരു മീറ്റിംഗ് കൂടിയുണ്ട്. അതുകൊണ്ട് പിതാവ് കുർബാന കഴിഞ്ഞാൽ തലശ്ശേരിക്ക് പോകും. പിന്നീട് അതിനുശേഷമായിരിക്കും നമ്മൾ പവേന ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിതാവിന് നന്ദി പറഞ്ഞത്. പിതാവ് ഒരിക്കൽ കൂടി ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നത് നല്ലൊരു കൈകടി കൊടുക്കുക നമ്മുടെ സ്നേഹപ്രവൃത്തി. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ആത്മശരീരത്തോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തുള്ളവരോടും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേർന്ന് ഞങ്ങളെ കാരുണ്യപുരം യോഗ്യനാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ, രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹരാകട്ടെ. അവരുടെ നിന്യമായ ദാനത്തെ പ്രതി ഞങ്ങൾക്ക് നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. വിശ്വാസത്തിൻ പൂർണ്ണതയിൽ ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യാമറിയത്തെ തൻ പ്രിയ സുതനിരമാ കുരിശിൽ
മാത്യു മങ്കുഴിയിൽ, വർഗീസ് നടപ്പുറത്ത്, കുട്ടിയമ്മ നടപ്പുറത്ത്, സാലിമ നടപ്പുറത്ത്, നിധിൻ നടപ്പുറത്ത്, നിമിഷ വള്ളിക്കാവുങ്കൽ UK, അയൺ സെബിൻ UK, എൽസമാൻ ആൻഡ് ഫാമിലി പഴയപള്ളി എടൂർ, ഏലൻ മറിയ നിധിൻ വള്ളിക്കാവുങ്കൽ, അഭിന നടപ്പുറത്ത്, രമേശ് കുഴികണ്ണി ആൻഡ് ഫാമിലി, ജോഷ്യ സെബിൻ കുഴിയാൻ മറ്റത്തിൽ, അമൽ കുഴികണ്ടം പാറത്തോട്, ആശ വർഗീസ് മണത്തളം, ജെറിൻ പൗളാഗിരി, ഷിബി രമ്യ NS നല്ലാശ്ശേരി പാതികൽ, ടോമി കൈലി വേട്ട, PT സാബു പാറശ്ശേരി, AD രാമചന്ദ്രൻ, ജോമൻ പുതുപ്പറമ്പിൽ, ജോനാജന പുതുപ്പറമ്പിൽ, TC പള്ളിപ്പറമ്പിൽ, അലിഷ്മ അറങ്ങി വയനാട്, ആഗ്രഹി ഇരുമ്പുമല, SA മറിയ ബാബു വലത്തുകൂടി, ജോഷി മധുമല ആരം തട്ടാറമ്പിൽ അബുദാബി, ജോസഫ് തട്ടാറമ്പിൽ, AD പാറശ്ശേരി, ജിന്നി ആൻഡ് ശ്രുതി മാറ്റിക്കൊണ്ടാൻ ഫാമിലി UK, ആംബ്രിയ വീണാകി കിഴക്കേ ഓടത്തോട്, തോമസ് സോപാട ഫാമിലി, വാണി തകിടിയെ കിടപ്പുഴ, സജി നാലുകത്തെ കിടപ്പുഴ, കളിക്കൽ ഫാമിലി, ആര്യശ്രീ വീഡിയോ, തോമസ് ആൻഡ് റോസി ആലപ്പുഴി, ഷാജി ജോൺ ഐനാഥ് വഴക്കോട്, ഷിജു മാത്യു ഐനാഥ് വഴക്കോട്, അമലാദിന ചാറപ്പുറത്ത്, അമൽ ആൻഡ് അബി കടപ്പുറത്ത്, അയ്യൻ കുജു വർഗീസ് ചെറുകയിൽ, കൊച്ചി ശിവരാജ് പൊതുവാടി, ജിമ്മി കൈപ്പറമ്പിൽ, അജിത് ജോർജ് ഗ്രേസ് ജോർജ് കൈപ്പറമ്പിൽ, ആന്റണിയ ജോർജ് പാറശ്ശേരി, അലക്സ് ജോസഫ് പാറശ്ശേരി, ഈവോസ് കോങ്ങാല, അനീഷ ശ്രീജ ഏറത്ത്, ആരോൺ അമീലിയ ഏറത്ത്, അനുപ്രിയ ജോയ് വടകര, ലെനിൻ നെടുമ്പറ്റക്കര, റോസമ്മ കുളങ്ങര, കാവി ആൻഡ് ഫാമിലി അടങ്ങാത്തോട്, ബിജുവാൻ ഫാമിലി അവാങ്ങിൽ, ജോയിൻ ഫാമിലി അവാങ്ങിൽ, ബിജു ജോസി തള്ളിക്കാടിൽ, ആൻമറിയ ബിജു തള്ളിക്കാടിൽ, റീസ്മയ ബിജു തള്ളിക്കാടിൽ, ക്ലെൻ ബിജു തള്ളിക്കാടിൽ, ക്രിസ്റ്റോ ബിജു തള്ളിക്കാടിൽ, ഗോഡ്സൺ തള്ളിക്കാടിൽ, AD ജോസഫ് തള്ളിക്കാടിൽ, ജിൻസി വടക്കമ്മയിൽ സുഹൃത്ത്, പ്രിൻസി ജോമൻ ഉപ്പുകുകയിൽ, പിൻജോ വക്കി വെള്ളാരക്കുതയിൽ, ഷിൽജോ വക്കി വെള്ളാരക്കുതയിൽ, സെമി കളക്കര ഫാമിലി, നിമ്മിയ വിദ്യാഭ്യാസ സമിതി, ആന്റണി കിഴക്കേക്കര, സുധീർ കിഴക്കേക്കര, വിജയശൻ ഫാമിലി മണലിൽ ദുബായ്, എരികുടി മണലിൽ ഒടിയോ, ജിജോ മണലിൽ സൗദി, സ്നേഹാജിബി കുഴിമുതൽ, സോദി കുന്നൽ, ബിനു പിൻസി കുന്നൽ, അപ്പച്ചൻ റോസ് കുന്നൽ, ബിനോയ വെള്ളത്തിൽ
ശാരീരികവുമായ എല്ലാ ഫലങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യോസേഫിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസം ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായിക്കും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായിക്ക് വേണ്ടി അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവും എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും പ്രതിനിധിമാരായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടിയും ഈ പ്രദേശത്തിനു വേണ്ടിയും ഇന്ന് ഈ തിരുനാളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തന്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വേളാങ്കണ്ണി മാതാവിന്റെ മാധ്യസ്ഥം തേടുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥത്താൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹ വഴി എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിതരുമായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. രണ്ട് കാര്യങ്ങള്. ഒന്ന്, ആദ്യമായിട്ട് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആൾ കൂടുതലുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ഈ പ്രദർശനം നടത്തിയതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നാളെ വരെ ഓരോ വാർഡുകാരായിരുന്നു നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത്. നാളെ നമ്മൾ പൊതുവായിട്ടാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും നേർച്ച വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് വരാവുന്നതാണ്. അത് അപ്രകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം നേർച്ച വസ്തുക്കളുണ്ട്. എല്ലാവരും അത് തിക്കുംതിരക്കം കൂട്ടാതെ വാങ്ങി പ്രാർത്ഥനാപൂർവ്വം പോകാനായിട്ട് പരിശ്രമിക്കുക. സാധിക്കുന്ന എല്ലാവരും വന്ന് ഈ പാച്ചോറ് നേർച്ച ഉണ്ടാക്കാൻ വേണ്ടി സഹകരിക്കുക. ആരോഗ്യ പ്രശ്നം കാരണവശാൽ വരാൻ സാധിക്കാത്തവര് ഈ പാച്ചോറും ഇവിടെ വന്നു പോകുന്ന സകല ആളുകൾക്കും വേണ്ടിയിട്ട് നാളെ ദേവാലയത്തിൽ വരുന്നവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. താങ്ക് യു.